എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മലമേൽ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് 250 റവ, വറുത്തതോ വറക്കാത്തതോ ആയിട്ട് 250 റവ എടുക്കുക, 250 ശർക്കര എടുക്കുക, 250 ml പാലും എടുക്കുക. ഈ മൂന്നും ഒരേ അളവിൽ തന്നെ എടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എള്ളും കൂടി ചേർക്കാം. എള്ള് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് കളയാട്ടോ. പിന്നീട് 4-5 ഏലക്കായ വേണം. ഒരു ചെറിയ നേന്ത്രപ്പഴം വലിപ്പം കൂടുതലാണെങ്കിൽ ആവശ്യാനുസരണം എടുത്താൽ മതി. പിന്നീട് ഒരു അരമുറി നാളികേരത്തിൻ്റെ കൊത്ത് വേണം. നാളികേരക്കൊത്ത് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് എള്ളും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ നല്ല മണമായിരിക്കും. ആദ്യം നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കാം. അതിനെ 250 ശർക്കര പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പാനിയാക്കി എടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ പാനി വേണം. അങ്ങനെ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി 250 റവ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് 250 ml പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ബിസ്ക് ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സർ ജാർ എടുത്തിട്ട്, വലിയ ജാർ തന്നെ എടുക്കാം. ആ മിക്സർ ജാറിലേക്ക് 4-5 ഏലക്കായ ഇടുക. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റവയും പാലും കൂടിയിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതെല്ലാം കെട്ടാത്ത രീതിയിൽ ബ്ലെൻഡായി കിട്ടും. ഇതിലേക്ക് പഴക്കഷ്ണങ്ങൾ ചേർക്കുക. പിന്നെ ശർക്കര പാനിയും കൂടി ഒഴിക്കുക. തണുത്തിട്ടുള്ള ശർക്കര പാനി അരിച്ചൊഴിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കല്ലോ മണ്ണോ പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് അരിച്ചൊഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുക. അപ്പോൾ നമുക്ക് മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള നാളികേരക്കൊത്തും എള്ളും കൂടിയിട്ടുള്ള ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പ്രത്യേക ഒരു മണം തന്നെ ഇപ്പോൾ തന്നെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായി കഴിഞ്ഞാൽ മീഡിയം ലെവലിലേക്ക് തീ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കോരി ഒഴിക്കാം. നന്നായിട്ട് വീർത്ത് വരും കേട്ടോ. അത് വീർത്ത് വന്നിട്ട് അത് നന്നായി മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മമ്മി അത് പൊട്ടിച്ച് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. നല്ല ചൂടാണ്, നല്ല സോഫ്റ്റാണ്. പൊട്ടിക്കുമ്പോൾ തന്നെ എന്തൊരു സോഫ്റ്റ് ആയിരുന്നു അറിയോ, നല്ല ടേസ്റ്റും ഉണ്ട് അത് തന്നെ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.